എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. പോത്തുകൾ, ചുങ്കത്തറ, എടക്കര, വഴിക്കടവ്, കരുളായി, മൂത്തേടം, അമരമ്പലം, നിലമ്പൂർ രണ്ടുപേരും കണ്ടുമുട്ടി രണ്ടായി പിരിഞ്ഞു. നമ്മൾ ആ ദൃശ്യങ്ങൾ വളരെ കൗതുകകരമാണ്. രണ്ടുപേരും ഒരു ബൂത്തിലുണ്ട്. അവർ ഒരുമിച്ച് അല്പസമയം ഒന്ന് ചിരിച്ചു സംസാരിക്കാൻ ശ്രമിച്ചു. മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴേക്കും രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു. എങ്ങനെ കാണാൻ വന്നിരുന്നു ആര്യാണ് ഷൗക്കത്ത് ആ ബോർഡിനൊക്കെ നോക്കിയാൽ മതി. ഗവൺമെന്റ് ഒന്ന് ക്യാമറ നിങ്ങൾ അങ്ങോട്ട് ചിരിക്കൂ. ഗവൺമെന്റ് മാധവൻ വെക്കേഷൻ 30 കോടി റുപ്യ ചെലവാക്കിയ സ്കൂളാണ്. 30 കോടി റുപ്യ നിലമ്പൂരിൽ ചെലവാക്കിയ 22 കോടി റുപ്യന്റെ ഗ്രൗണ്ടാണ്. ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതിന്റെ സ്വിമ്മിംഗ് പൂള്, അതിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ. ഈ നിൽക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ച് പണിതാ BUNR. അത് മതി ഇവിടെ. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. ഇവിടെ മേശരിപ്പണി എടുത്ത് നടക്കരുത്. ഞാൻ മേശരിപ്പണി അറിയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓവാല ഉണ്ടാക്കണമെങ്കിൽ അതിനടിയിൽ പോയി നിൽക്കും BUNR. അവിടെ സിമെന്റ് ഉണ്ടോ, കമ്പിട്ടിട്ടുണ്ടോ നോക്കാൻ. ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കും ഈ നാട്ടിലെ പൊതുസ്വത്ത് വിധേയമാകരുത് എന്ന് വിചാരിച്ച് നടന്നാണ്. അതിവിടെ നടക്കും. അല്ല മിണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞ ഷൗക്കത്തോട് കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു. പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാ. അത് ധൃതരാഷ്ട്രാലിംഗനമാണ്. മനസ്സിലായില്ലേ? ആ ആലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല എന്നേ പറഞ്ഞുള്ളൂ. അല്ല അപ്പൊ എന്താ മനുഷ്യന്മാർ കൈയെടുക്കുമല്ലോ? ഞാൻ കൈയെടുത്തല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. പുള്ളി സിനിമ സ്റ്റൈലാണ്. എനിക്കത് വലിയ ഈ അഭിനയം പരിചയമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല. ഇപ്പൊ രാവിലെ കെട്ടിപ്പിടിച്ചില്ലേ? രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ? ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സൗഹൃദം വളരെ നല്ലതാണ്. സൗഹൃദമൊക്കെ ആവാം. അത് എന്താ വെച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിന്റെ ഭാഗമല്ല. മനസ്സിലായില്ലേ? അവിടെ വ്യത്യാസമുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ. PV അൻവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അൻവറും PV അൻവറും യാദർച്ഛികമായി ഒരു ബൂത്തിൽ കണ്ടുമുട്ടി. അതേസമയം അൻവറും സ്വരാജും കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചു. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സൗഹൃദം പങ്കുവച്ചു, ചിരിച്ചു, കുശലം പറഞ്ഞു. അവർ പോസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതേസമയം അൻവറും ഷൗക്കത്തും കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. ഒരേ ദിശയിൽ ഒരേ സ്ഥലത്ത് നിന്ന് ആളുകൾ രണ്ടായി വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു. ഒരുമിച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് ഷൗക്കത്ത് മാധ്യമങ്ങളോട് പറയുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ ഈ പോരാട്ടത്തിൻ്റെ ചൂരും വീര്യവും ഒക്കെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ കാഴ്ചകൾ നമ്മളെ കാണിക്കുന്നുണ്ട് താനും. നമുക്കറിയാം, 2 മുന്നണികൾക്കും പൊതുശത്രുവായി മാറിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അൻവർ. സ്ഥാനാർത്ഥികളെ രണ്ടുപേരെയും വിമർശിക്കുന്നതിൽ അൻവർ ഒരു കാലത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുടനീളം ഒട്ടും പിശക്ക് കാട്ടിയിരുന്നില്ല. പിണറായിക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്ന് പറയുമ്പോഴും സതീശൻ എസിനെതിരെയും പിണറായി എസിനെതിരെയും ഒരുപോലെ താൻ വാളെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ അൻവർ മടിക്കാറില്ല. സ്വാഭാവികമായും UDFനും LDFനും ഒരുപോലെ എതിരാളിയാണ് അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിലൊക്കെ UDFന്റെ ഭാഗമാകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ചില വിഷയങ്ങളുടെ പേരിൽ അൻവറിന് അത് സാധിച്ചില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ഭാഗമായി ഇപ്പോൾ മത്സരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം പുരോഗമിക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് നിർണായകമായ കാര്യം. അവിടെ അൻവറോ ഒപ്പം മറ്റ് 2 സ്ഥാനാർത്ഥികളും ഇവർ 3 പേരും സജീവമായി തന്നെ മണ്ഡലത്തിൽ ഉടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ പോളിംഗ് ദിവസവും നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. ജയിക്കും എന്നുള്ള കാര്യത്തിൽ 3 സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം